വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി ഇന്നലെയും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ അനാലിസിസ് അത്യാവശ്യം ഒരു 100% ആക്യുറസി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. വൺ ഡേ ചാർട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് മാർക്കറ്റ്. നോക്കിയാൽ കാണാം മുകളിൽ നിന്ന് നല്ല റിജക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ താഴെ നിന്നും അത്യാവശ്യം റിജക്ഷൻ ഉണ്ട്. എന്നിരുന്നാലും മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യത്തെ സാധ്യതയുള്ള ഏരിയ ഇവിടെയാണ്, അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി താഴോട്ടേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഈ ഒരു ലെവലിലേക്ക് വരാനുണ്ട്. വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ആ 3 ഏരിയാസിനെ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കൺഫ്യൂഷൻ ആയ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ നിന്നിട്ട് നല്ലൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണ ആ ലെവലിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ടേക്കാണ് ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് കാണാം ഈ ലെവലിൽ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും അതിന്റെ താഴെ നല്ലൊരു FEG ഉണ്ട്. ഈ ഒരു ലെവലിൽ ഒരു FEG ടെസ്റ്റ് ചെയ്യാത്തൊരു FEG ആണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെവലിൽ ഒരു നല്ല സപ്പോർട്ടും കാണിക്കുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിന്റെ എല്ലാം പ്രൈസ് ഒന്ന് നോക്കാം. ആദ്യം നോക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെയാണ്. അതിന്റെ പ്രൈസ് 63.927 ആൻഡ് 63.234. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 61.986 ആൻഡ് 61.275. അതുപോലെ ഇവിടെയുള്ള FEGയുടെ 61.180 ആൻഡ് 60.495. അതുപോലെ ഈ ഒരു സപ്പോർട്ടിന്റെ താഴെയുള്ള സപ്പോർട്ടിന്റെ 60.408, 59.845 ആണ് കാണിക്കുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും മറ്റ് കീ ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഏരിയ ഈ ഒരു ലെവൽ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയനെയും കൂടിയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ ഉണ്ട്, സിങ് ഹൈ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു സിങ് ഹൈയുടെ പ്രൈസ് ഒന്ന് നമുക്ക് നോക്കാം. 64.607. അതുപോലെ തന്നെ ഇവിടെയുള്ള റെസിസ്റ്റൻസിന്റെയും ലെവൽ ഒന്ന് നമുക്ക് നോക്കാം. 66.742 ആൻഡ് 65.434 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. താഴോട്ടേക്ക് നോക്കിയാൽ കാണാം പ്രധാനപ്പെട്ട മറ്റു പല ഏരിയാസ് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടേക്കൊന്നും മാർക്കറ്റ് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ലെവലിൽ ഒരു മൈനർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. അതിന്റെ പ്രൈസ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. 62.304 ആൻഡ് 62.184 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള മറ്റൊരു റെസിസ്റ്റൻസും ഇവിടെ കാണുന്നുണ്ട്. ആ ലെവലിനെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം. 62.797. അതുപോലെ 62.939 ആണ് ആ ഒരു ലെവൽ എന്നുള്ളത്. എൻട്രി സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു പോയ ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത്. സോ കുറച്ചും കൂടി ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടേക്ക് അതിന് തൊട്ട് മുകളിലുള്ള ഒരു ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ മുകളിലേക്ക് ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ്. അവിടെ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. നോക്കിയാൽ കാണാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള 50 മിനിറ്റ്സിന്റെ മൈനർ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് കയറി പോകുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേണോ മറ്റോ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വീണ്ടും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിലേക്ക് ഒരിക്കൽ കൂടി എത്താം.
അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എത്തേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഇവിടെ ഒരു സ്വിംഗ് ഹൈ ആണ്. അവിടേക്ക് എത്താം. അവിടേക്ക് എത്തുക എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ആയിരിക്കില്ല എത്തുക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു കൺസോളേഷൻ തന്നിട്ടായിരിക്കും അവിടേക്ക് എത്താനുള്ള സാധ്യത. ഇനി സെൽ എൻട്രി എന്ന് പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ സപ്പോർട്ട് ഏരിയ മൈനസ് സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൽ എൻട്രി ഉണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. 50 മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് കാണാം ഇവിടെ. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ മുകളിലോട്ട് പോയാൽ മാത്രമേ ബൈ എൻട്രി നോക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ബൈ എൻട്രി നോക്കേണ്ട. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞ് റീടെസ്റ്റ് വന്നു കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് എന്നുള്ള രീതിയിലേക്ക് മുകളിലേക്ക് തന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ തരും. അങ്ങനെ ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സെൽ എൻട്രി എടുക്കാം. ഒരു സെൽ എൻട്രി എന്നൊക്കെ പറയുന്നത് FEG വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ FEGയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ FEG കൂടിയാണത്. അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയാൽ അവിടെ നിന്നൊരു ബൈ എൻട്രി വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ഒരുപാട് സിനാരിയോ ഇന്നും പറയുന്നുണ്ട്. ഈ സിനാരിയോകളെല്ലാം അതുപോലെ തന്നെ കറക്റ്റ് ആവണമെന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഏരിയാസിലേക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കി തന്നെ ട്രേഡ് എടുക്കേണ്ടതാണ്. അല്ലാതെ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ഈ പറഞ്ഞ സിനാരിയോയെ ഫോളോ ചെയ്യരുത്. ഏരിയാസിൽ അല്ലെങ്കിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്തുള്ള ബിഹേവിയർ ആണ് പ്രാധാന്യം. അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.